വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നുകൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന്. വലിയ പ്രതിഷേധമാണ് അഭിജിത്ത് നടക്കുന്നത്. സ്വാഭാവികമാണ്, കാരണം 3 ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് ആ പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. BJP കൗൺസിലർമാരിൽ ഒരാൾ പറഞ്ഞ കാര്യം, നേരത്തെ പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടുക, അല്ലെങ്കിൽ ഫിറ്റ്നസ് റദ്ദാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുക എന്നുള്ളതാണ്. മേയറാണ് ആ കാര്യം പറഞ്ഞിരുന്നത്, ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അതൊരു സംശയമായി തന്നെ നിൽക്കുന്നു. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടൊരു പ്രതിഷേധം ഇനിയും കാണുമല്ലേ? സ്വാഭാവികമായും ശ്രുതി, നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ മേയർ നടത്തിയ പ്രസ്താവന, അതിൽ ചില പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഇത് ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടമാണ്, അത് പൊളിച്ചു മാറ്റാനുള്ള ആലോചന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യം അദ്ദേഹം പറയുന്നു. പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ, അദ്ദേഹം ആശുപത്രിയിലെത്തി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ലൈസൻസ് കൊടുക്കാനുള്ള കാരണം കെട്ടിടം അൺഫിറ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് കെട്ടിടത്തിന് ലൈസൻസ് കൊടുത്തത് എന്നുള്ള കാര്യം കൂടി മേയർ രണ്ടാമത്തെ തവണ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതിലൊരു ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ ഗേറ്റിൽ നിന്ന് ആ പൊരി വെയിൽ കൊണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് അതിനൊരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് കൗൺസിലർമാരായ നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതിന് പോലീസ് നമുക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും പോലീസ് അവസാനം നമ്മളിങ്ങോട്ട് കയറാൻ വേണ്ടി, കൗൺസിലർമാരെ കയറാൻ വേണ്ടി സമ്മതിച്ചു. ഇപ്പം പോലീസ് വന്ന് നമ്മളുടെ ആവശ്യപ്പെടുന്നത്, നമ്മൾ മേയർ ഇവിടെ ഇല്ല, ആ സ്ഥിതിക്ക് നിങ്ങൾ സമാധാനപരമായിട്ട് പിരിയണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രവർത്തകന്മാർ അറസ്റ്റിന് വിധേയരാവണം, എല്ലാവരും നമ്മളെ കൗൺസിലർമാർ അറസ്റ്റിന് വിധേയരാവണം. അഭിജിത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അഭിജിത്ത്, അവിടെ മേയർ ഇല്ല, മേയറുടെ കസേര മാത്രമേ ഉള്ളൂ. അതിന് മുന്നിലിരുന്നാണ് ആ പ്രതിഷേധം ഇത്രയും നേരം ഉണ്ടായത്. കറുത്ത തുണിയൊക്കെ വിരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. എന്താണ് ഇനിയുള്ള നീക്കം ഇവരുടെ? ശ്രുതി, അല്പസമയം മുൻപാണ് BJPയുടെ കൗൺസിലർമാർ മേയറുടെ ഓഫീസിലേക്ക് എത്തിയത്. O സദാശിവം മേയറുടെ ചേംബറിലേക്ക് അവർ കയറി. പക്ഷേ മേയർ അവിടെ ഇല്ലായിരുന്നു. മേയറും ഡെപ്യൂട്ടി മേയറും ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയ സമയത്താണ് BJP പ്രവർത്തകർ ഇതിനകത്തേക്ക് എത്തിയത്. നേരത്തെ ഈ കോർപ്പറേഷന് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം അത് പോലീസ് തടഞ്ഞിരുന്നു. ഗേറ്റിന് മുൻവശത്ത് വെച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ കൗൺസിലർമാരെ മാത്രം ഈ അകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ കോർപ്പറേഷന് മുൻവശത്ത് വെച്ച് ഇപ്പോഴും BJP പ്രവർത്തകർ, BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രുതി നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഇങ്ങനെ ഒരു കെട്ടിടം, അത് കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കെട്ടിടം, എങ്ങനെയാണ് അതിലേക്ക് വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനെങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ്. ഭരണസമിതി മാറി വന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ്. കൗൺസിലർമാരെ അടക്കം പോലീസ് ഗേറ്റിന് പുറത്ത് തടഞ്ഞു. പിന്നെ അവിടെ ഒരു തിക്കും തള്ളും ഉണ്ടാക്കിയിട്ടാണ് കൗൺസിലർമാർക്ക് ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൗൺസിലർമാരെ വരെ തടഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇത് അധിക ദൂരം മുൻപോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മേയർ ഈ ഒരു പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നുള്ളൂ. അഭിജിത്ത്, തുടരുക. ശ്രുതി, അങ്ങനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കൗൺസിലർമാർ പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അവർ ഈ മേയറെ കണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് ഈ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ പോലീസിന് പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്, കൗൺസിലർമാർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം, മേയറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന നിലപാടിൽ കൗൺസിലർമാർ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പോലീസിന് സ്വാഭാവികമായും അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കേണ്ടി വരും. ഒരുപക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ശ്രുതി, ഇതിനെങ്ങനെയാണ് ഈ ഒരു കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതാ നമുക്കിപ്പോൾ കാണാം, ബലം പ്രയോഗിച്ച് കൗൺസിലർമാരെ ഈ മേയറുടെ ചേംബറിനകത്തുനിന്ന് പുറത്തേക്ക് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. കൗൺസിലർമാരെ ബലം പ്രയോഗിച്ചതായാലും പോലീസ് നീക്കുകയാണ്. വഴങ്ങാത്ത പ്രവർത്തകരെ, BJP കൗൺസിലർമാരെ നമുക്ക് കാണാം. കൂടുതൽ പ്രവർത്തകരെ, കൂടുതൽ BJP കൗൺസിലർമാരെ മേയറുടെ
ചേംബറിനകത്ത് നിന്ന് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. മേയറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു ഈ കൗൺസിലർമാരുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. കൂടുതൽ പേർ, ഏതാണ്ട് 7ഓളം കൗൺസിലർമാർ ഈ മേയറുടെ ചേംബറിലുണ്ട്. ദൃശ്യങ്ങളിൽ പോയാൽ നമുക്ക് കാണാം മറ്റൊരു കൗൺസിലറെ കൂടി ബലം പ്രയോഗിച്ച് ബലമായി തന്നെ പോലീസ് ഇവിടെ നിന്ന് നീക്കുകയാണ്. കൂടുതൽ പേരെ പോലീസ് ഇവിടെ നിന്ന് നീക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. സിനോജ്, വനിതാ കൗൺസിലർമാരെ അടക്കമാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുമാറ്റുന്നത്. അതേ ശ്രുതി, സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം മേയറുടെ ചേംബറിൽ നടക്കുകയാണ്. അതായത് BJP കൗൺസിലർമാരാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത കൗൺസിലർമാരാണ്, അവരെയാണ് പോലീസ് മേയറുടെ ചേംബറിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നത്. അതായത് മേയർ ഇവിടെ ഇല്ല, നിങ്ങൾ സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു. അതായത് മേയർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് വന്ന് കാണാമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ BJP കൗൺസിലർമാർ പറഞ്ഞു ഞങ്ങൾ മേയർ വന്നിട്ട് കണ്ട ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചു. അതോടുകൂടിയാണ് പോലീസ് മേയർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ വനിതാ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ 4 കൗൺസിലർമാർ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് ഓരോ കൗൺസിലർമാരെയും ചേംബറിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതാ മുദ്രാവാക്യം വിളിക്കുന്ന കൗൺസിലറെ പോലീസ് ടൗൺ ACPയുടെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മേയറുടെ ചേംബറിൽ മേശപ്പുറത്ത് കറുത്ത തുണി വിരിച്ചുകൊണ്ടാണ് BJPക്കാർ പ്രതിഷേധിച്ചത്. അത് വലിയ രീതിയിലുള്ള ബലപ്രയോഗം മേയറുടെ ചേംബറിൽ നടക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗേറ്റിന് പുറത്ത് BJP സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് കൗൺസിലർമാരെ അകത്തേക്ക് വിടാൻ വേണ്ടി പോലീസ് തയ്യാറായത്. കൗൺസിലർമാരെ അകത്തേക്ക് വിടുന്നു. പക്ഷേ മേയർ സ്ഥലത്തില്ലാത്ത ചേംബറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP ഉയർത്തുന്നു. നിലത്ത് കിടന്നുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. അതായത് മേയറെ കണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂവെന്ന് BJP കൗൺസിലർമാർ പറയുന്നു. നിലത്ത് കടന്ന് പ്രതിഷേധിക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് DCP ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തുന്നു. കാരണം സമാനതകളില്ലാത്ത സമരമാണ് നടക്കുന്നത്. ഒരു മേയറുടെ ചേംബറിനകത്ത് മേയർ ഇല്ലാത്ത സമയത്തും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഫോഴ്സിനെ എത്തിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിക്കൊണ്ട് തന്നെ കൗൺസിലർമാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് കൗൺസിലർമാരെ അകത്തേക്ക് കയറ്റിവിട്ടു. പക്ഷേ മേയർ ഇല്ലാത്ത ചേംബറിനകത്തേക്ക് കൗൺസിലർമാർ വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് പോകാതെ